ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ കുറെ ദിവസത്തിന് ശേഷം നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. അതെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അൻപാന എല്ലാ സൂര്യ ഫാൻസുക്കും ഒരു എന്താ പറയാ, ഒരു സർപ്രൈസ് എന്ന് പറയുന്നില്ല, കാരണം ഓൾറെഡി പറഞ്ഞു. അപ്പോൾ സമ്മാനം നമ്മുടെ കാർത്തിക് സുബ്രാജ്, നമുക്കറിയാം ലാസ്റ്റ് മൂവി ഈവൻ വളരെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. അപ്പോ അതൊക്കെ നമുക്ക് വിടാം. അപ്പോ ഇത് ഒരു വൻ തിരിച്ചു വരവ് തന്നെ ആയിരിക്കട്ടെ എന്ന്. അതായത് നമ്മൾ സൂര്യ ഫാൻസ് ആയിക്കോട്ടെ, സിനിമാ പ്രേക്ഷകരായിക്കോട്ടെ, സൂര്യയിൽ നിന്ന് അല്ലെങ്കിൽ ആസ് ആൻ ആക്ടർ സൂര്യ എങ്ങനെ ആയിരിക്കണം എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സൂര്യ ഉണ്ടല്ലോ, ആക്ടർ, അതുപോലത്തെ ഒരു ഔട്ട്കം ആയിരിക്കും എന്നാണ്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് തന്നെ നമ്മള്. അപ്പോൾ ഇതിൽ ശരിക്കും എഴുതിയിരിക്കുന്ന ലവ് ലാഫ്റ്റർ വാർ, അപ്പോൾ എല്ലാം അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് ഇപ്പം സിനിമയുടെ പേര് ലാഫ്റ്റർ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി എല്ലാം കൂടെ മിക്സ്ഡ് ആണല്ലേ. ഇതെങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, കാരണം ലവിന് വേണ്ടിയിട്ടുള്ള വാറാണോ. എന്തായാലും അതിന്റെ ടൈറ്റിൽ ടീസർ ഇപ്പം അവര് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട്, നമുക്കത് കണ്ടുപോകാം. നല്ല ഫ്രെയിം. ഇതാണ് നമ്മുടെ പഴയ റൊമാൻറ്റിക് സൂര്യ. கோபம் கம்மி பண்ணுது. என் அப்பாவோட வேலை பார்க்கறத நீயோட விடுது. அடிதடி கட்ட பஞ்சாயத்து ரத்த கிளறி ரவுடித்தனும் எல்லாத்தையும் நொடியோட விட்டுடுது. சிரிக்க சந்தோஷமா இருக்க முயற்சி பண்ணுது. என் பொறுப்புக்கான பர்பஸ் உன் பாஷையில சொல்லணும்னா என் தம்மம். இனி காதல், பரிசுத்த காதல். அது மட்டும்தான் கட் அண்ட் ரைட்டா சொல்லிக்கிடுது. இப்ப நீ சொல்லு, കല്യാണം பண்ணிக்கலாமாடி? ഓ, ഇമ്മാരി ഡയലോഗൊക്കെ അങ്ങേർക്കേ പറ്റൂ അല്ലേ? സംസാരിക്കാൻ കാർത്തിക് സുബ്രാജ് പടം. എന്നാൽ സമ്മർ നമ്മൾ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർ ആയിട്ടുണ്ട്. കാരണം നിങ്ങൾ കണ്ടിട്ടില്ല, നമുക്ക് അറിയാം, നമുക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് സൂര്യ എത്ര ഭംഗിയിലാണ് ചെയ്യാന്നുള്ളത്. ആ റൊമാൻസ് വെച്ചിട്ടുള്ള സംസാരവും എക്സ്പ്രഷൻസ് എല്ലാം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ജോജുവിനെ കണ്ട് പിന്നെ മറ്റേ പുള്ളിയുടെ പേരെന്താണെന്ന് അറിയില്ല, മഹേഷിന്റെ പ്രതികാരത്തിലെ വില്ലനായിട്ട് പറഞ്ഞ ആ പുള്ളി പേര് എനിക്കറിയില്ല സംഭവം. പക്ഷെ എനിക്ക് പെട്ടെന്ന് ആ ഒരു റൗഡീസത്തുനിന്ന് ലവിലേക്ക് പോകുന്ന പറഞ്ഞപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാക്കാതെ ആ സിനിമ അല്ലേ സൂര്യയുടെ, ആ സിനിമയിലെ സൂര്യ ആ ഒരു ഇതാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. എന്താ ഇത് നല്ല ഒരു കിടിലം പടമാവാനാണ് എന്റെ മനസ്സ് പറയുന്നത്. കിടിലം പടമാവുന്നു. അതെ, കാത്തിരുന്ന് അല്ലേ. നമ്മുടെ പഴയ നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ള സൂര്യ ഇതാണ്. റെട്രോ സൂര്യ. ഇങ്ങനത്തെ സൂര്യയാണ് ആക്ടിങ്. അല്ലെങ്കിൽ നമുക്കറിയാലോ, റൊമാൻസ് നമുക്ക് ഇഷ്ടപ്പെടുത്തുന്ന തമിഴിലൊരു സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന്
സൂര്യനെയാണ്. കാരണം എല്ലാവരുടെ വായയിലും എല്ലാവരുടെ ഇതിലും എല്ലാവരുടെ സ്റ്റാറ്റസിലും എല്ലാവർക്കും റൊമാൻസ് വരുമ്പോഴും എപ്പോഴും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പാട്ടുകളായിക്കോട്ടെ സിനിമകളായിക്കോട്ടെ അധികവും മെജോറിറ്റി ഒരു ആക്ടർ എന്ന് പറയുന്നത് സൂര്യ തന്നെയാണ്. നടപ്പിൻ നായകനാണ്. നമുക്കറിയാം. എനിക്ക് ആ ഡയലോഗ് പറയണ കേട്ടപ്പോ പെട്ടെന്ന് നമ്മുടെ വാരണായിരത്തില് സൂര്യ പറയണ കാരണം ലാസ്റ്റ് അതിൽ ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്, കല്യാണം പഠിക്കലാ മടി എന്ന് പറയുമ്പോ അതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് നമുക്ക് ആ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ നല്ല ഫീലാണ്. സോ വാച്ച് അല്ലേ. അതെ. അപ്പോൾ സമ്മറിലാണ് 2025. അപ്പം നമ്മള് പുതുവർഷത്തിലേക്ക് പോവുകയാണ്. വളരെ ഫ്യൂ ഡേയ്സ് 5 ഡേയ്സ്. യെസ്. അപ്പോ 6 ഡേയ്സ്. അതെ, ഒരു പ്രതീക്ഷ ഇങ്ങനെ തന്നിട്ട് പോകുന്ന പോലെയാണ്. എനിക്ക് തോന്നുന്നു 2025 സൂര്യക്ക് നല്ല ഇയർ ആയിരിക്കും ഈ ഒരു സിനിമയിലൂടെ. കാരണം ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, സ്വാഭാവികമാണ്. എപ്പോഴും ഒരാൾ ഇങ്ങനെ കത്തിക്കേറി നിൽക്കുന്നത്. നിങ്ങൾ നമ്മളിപ്പോ ഏതൊരു സൂപ്പർ സ്റ്റാർ എടുത്താലും സൂര്യയുടെ ഗ്രാഫ് എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അപ്സ് ആൻഡ് ഡൗൺസിലൂടെ സ്റ്റാർട്ടിങ് ഇങ്ങനെ വന്നിട്ട് പിന്നെ കേറി. അപ്പം യെസ്, എപ്പോഴും ഗ്രാഫ് ഒരുപോലെ നിന്ന് കഴിഞ്ഞാൽ ലൈഫിലൊരു ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ നമ്മള് എത്ര നല്ല ആക്ടർ ആയാലും നമുക്കൊരു ഫ്ലോപ്പുള്ള പടം വേണം, എന്നാലേ നമ്മുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സോ ഇത് കാർത്തിക് സുബ്ബരാജ് പടമാണ്. അപ്പം വളരെ പിടിക്കാൻ അറിയുന്നവനാണ്. സോ ഭദ്രമായിരിക്കും സൂര്യയുടെ ഈ ഒരു ക്യാരക്ടർ എന്നാണ് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.